ഹലോ, നമ്മളിന്ന് രാവിലെ റെഡി ഇറങ്ങിയിട്ട് കേട്ടോ. ഇന്ന് ടൗണിലേക്കാണ് പോണത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചേ, പക്ഷേ സമയം നോക്കി ഇറങ്ങി വന്നപ്പോഴേക്കും 11:30 സംതിങ് ആയി. മഴയാണോ മഞ്ഞാണോ എന്നൊന്നും അറിയാൻ പറ്റുക, അതുപോലെ പൊടിയുണ്ട് ഞങ്ങളുടെ അവിടെ നല്ല വെയിലായിരുന്നു. പിന്നെ തല്ലൂര് ഭാഗത്തേപ്പോഴേക്കും ഭയങ്കര മഴക്കാർ. ആദ്യം നമ്മൾ പോകുന്നത് എൻ്റെ ഓഫീസിൽ കണ്ടോ. അവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കളക്ട് ചെയ്ത് പിന്നെ പോകാമല്ലോ. പിന്നെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ കൊടുക്കാനുണ്ടായിരുന്നു. അതും കൊടുത്ത് ഇതും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ അടുത്ത് ആകാശപ്പാത കേട്ടോ. ഫുൾ AC ഒക്കെയാണ്. നല്ല രസം നടക്കാനൊക്കെ. നൈറ്റ് നല്ല ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് ഫെജിയിലേക്കാണ് കേട്ടോ. പുത്തമ്പള്ളിയുടെ വഴി വരുമ്പോഴാണ് ഫെജി. അവിടെ എല്ലാ ക്രാഫ്റ്റിൻ്റെ എല്ലാ ഐറ്റംസൊക്കെ കിട്ടും. സ്റ്റിച്ചിങ്ങിൻ്റെ ആയാലും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ബ്ലൗസും വയ്ക്കാനുള്ള ഹാങ്ങിങ് ഇല്ലേ. ഞാൻ കുഞ്ഞു വാവകളുടെയൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ യെല്ലോ, അതിനൊക്കെ ഹാങ്ങിങ്സ് വേണമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നോക്കി കണ്ടുപിടിച്ച് കിട്ടിയത്. അവിടെ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എംബ്രോയിഡറി വെച്ചുള്ള ഹാൻഡ് വർക്കിങ് വരുന്നത്, പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, കസവുകൾ വെക്കില്ലേ, കരകളൊക്കെ പല സൈസിൽ പല കളറിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറേ ബീഡ്സുകളുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ നമ്മളെടുത്തു. പിന്നെ ഈ കമ്മലുകളൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ കല്ലുകളൊക്കെ ഉണ്ട്. കുഞ്ഞു മണികൾ എല്ലാ തരത്തിലുള്ളതുണ്ട്. ഇത് ഡ്രസ്സിൻ്റെ ബാക്കിലുള്ള ഇങ്ങനെ ടൈ കെട്ടില്ലേ, അവിടെ ഉണ്ടാവണം കേട്ടോ. സിബുകളൊക്കെ നല്ല ഭംഗിയാണ്. അതെല്ലാം അവരിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. നൂലുകളൊക്കെ ഒരു ഡ്രോയിൽ ഏത് കളർ വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ലൈറ്റ് തൊട്ട് ഡാർക്ക് വരെ ആ ഷെയ്ഡിൽ വെച്ചിരിക്കുക. പിന്നെ ഇവിടെ നെറ്റിപ്പട്ടത്തിൻ്റെ സെറ്റ് കിട്ടും കേട്ടോ. എനിക്ക് ഒരു വട്ടം അത് മേടിച്ചുണ്ടാക്കണം എന്നുണ്ട്. അവിടെ എല്ലാം സെറ്റ് കിട്ടും. നമ്മളത് ജോയിൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള മോഡൽ ഉണ്ടാക്കാം. പിന്നെ ഓണക്കയില്ലേ, ഈ രാക്ഷസി ആ സംഭവമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് തന്നെ വർഗീസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഇവിടെയാണ് മറ്റേ ഇൻവിസിബിൾ ചെയിൻ്റെ ഐറ്റംസ് കിട്ടുക. നമുക്ക് 2-3 ലോക്കറ്റൊക്കെ വേണമായിരുന്നു. കറക്റ്റ് ഫെജിയുടെ ഓപ്പോസിറ്റായിട്ട് വരും. അവിടെ ഉണ്ട് കേട്ടോ കുറേ മുത്തുകൾ. ഇവിടെ നിന്ന് വാങ്ങാം, അവിടെ നിന്ന് വാങ്ങാം. അവിടെ അങ്ങനെ ലൂസായിട്ട് അങ്ങനെ കുറച്ചതൊക്കെ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ളത് 3-4 അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. ഞാൻ വന്നതേ എനിക്ക് മറ്റേ ഗിയർ വയർ വേണമായിരുന്നു. എനിക്കല്ല, കസിനായിരുന്നു. പക്ഷേ അതവിടെ തീർന്നുപോയി. പിന്നെ ഇങ്ങനെ പുതിയ തരത്തിൽ അന്ന് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ താമരയൊന്നും. ഈ ടൈപ്പിലേക്കും പുതിയ സ്റ്റോക്കുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായ സ്ഥാനം ഉണ്ടായിരുന്നില്ല. 2 ലോക്കറ്റ് മേടിച്ച് ഞാൻ ഇറങ്ങി. ഇനി അടുത്തത് നമ്മൾ കൊണ്ട് ക്യൂണിലേക്ക് കേട്ടോ. അവിടെ അടിപൊളി മെറ്റീരിയൽസാണ്, അതിനനുസരിച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. കുറേ കളക്ഷനൊക്കെ ഉണ്ട്. എനിക്കൊരു മെറൂണാണ് വേണ്ടത്. ചെന്നപ്പോൾ തന്നെ കണ്ടു. അപ്പോൾ അത് പിന്നെ ആ കളർ ഷെയ്ഡിലൊന്നും ഭംഗിയുള്ളതില്ല. അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് എടുത്തു. പിന്നെ ഇക്കൊല്ലം ഈ ഓറഞ്ചും പിങ്കാണ് ട്രെൻഡിങ് എന്ന് അവർ പറയണേ. എല്ലാവരും അത് എടുക്കണം. അത് അടിപൊളിയുണ്ട്, നല്ല കളർ കോംബോ ആണ്. പിന്നെ നെറ്റുകളൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ് അവിടെ. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പാലമണി തന്നെ ബ്ലോക്ക് കൂടുതലായ കാര്യം പാലിയേക്കര അപ്പോൾ ടോളില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ഇവിടെ സുഖമായിട്ട് പോകാം. അല്ലെങ്കിൽ ക്യൂ നിൽക്കണ കാണാം ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും. ഒറ്റ വണ്ടികളില്ല. ഇഷ്ടമുള്ള ട്രാക്കിൽ കൂടെ പോകാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ. ഒരു 2 മണി 1:45 ആ സമയമൊക്കെ ആയിരുന്നു. പക്ഷേ റോഡിലൊന്നും തിരക്കില്ല. നമുക്ക് പിന്നെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുക്കണമായിരുന്നു കേട്ടോ. അതെടുക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം ഷോപ്പിലേക്ക് വന്നു. ഇവിടെ അതായി ഇപ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ ഈ മെറ്റീരിയലൊക്കെ തീർന്നു തുടങ്ങി. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കോമ്പിനേഷൻ. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമുക്കൊരു ജിംക്ക് വേണമായിരുന്നു മെറൂൺ കളറിൽ. നോക്കാൻ വേണ്ടി കയറിയതോ. അവിടെ കയറിയപ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നില്ല. അതുപോലെ നിറയെ ഏത് കളർ ഏത് മോഡൽ എന്ന് പറഞ്ഞ രീതിയിൽ. അങ്ങനെ അവിടെ നിന്ന് അതെടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടാ. നമുക്ക് വിശന്ന് തുടങ്ങി. സമയമായല്ലോ, 2-2:45 ആവാറായി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വന്നെത്തിയിട്ടാ. നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അങ്ങനെ ബർഗറും ലോഡഡ് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്ത് അതും കഴിച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും പാഴ്സലാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.